കൊച്ചി കറങ്ങി വരുന്നവർക്ക് എന്തുകൊണ്ട് മനോഹരമായി അല്പസമയം ചിലവഴിക്കുവാൻ കഴിയുന്ന ഒരിടം തന്നെയാണ് ബോച്ചയുടെ വൈപ്പിൻകരയിലെ നായരമ്പലത്തുള്ള ഇട്ടോടി പബ്. പേരിൽ ടോഡി പബ് എന്നൊക്കെ കാണാമെങ്കിലും സാധാരണ കണ്ടുപരിചയിച്ച ഒരു കള്ളുഷാപ്പിൻ്റെ യാതൊരു പ്രതീതിയും നമുക്കിവിടെ കാണാനാവില്ല. ഒരു കായലിന് നടുവിലൂടെ നടന്നു പോകുന്ന യാത്രാനുഭവം സമ്മാനിക്കുന്ന അതിൻ്റെ നടപ്പാതകൾക്ക് ഇരുവശവും മീൻപിടുത്തത്തിൽ താല്പര്യമുള്ളവർക്കായി അനേകം ചൂണ്ടകളും അതിനാവശ്യമായ ഭക്ഷണ സാധനങ്ങളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ കായൽ പരപ്പിനിടയിലൂടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ നടക്കാമെന്നത് തന്നെ വലിയൊരു അനുഭവമാണ്. വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ നിർമ്മാണവും. കൂടാതെ നടപ്പാതകൾക്ക് ഇരുവശവും വച്ചിരിക്കുന്ന അനേകം ചെടികളും പൂക്കളും എല്ലാം തന്നെ കാഴ്ചകൾക്ക് വളരെയേറെ ഭംഗി കൂട്ടും. വളരെയേറെ പേരും ഭക്ഷണത്തിലുപരി കായൽ സൗന്ദര്യം ആസ്വദിക്കുവാനും ബോട്ട് സവാരിക്കുമൊക്കെയാണ് ഇവിടെ എത്തിച്ചേരുന്നതെന്ന് തോന്നിപ്പോകും. കാരണം ഓരോ സ്ഥലങ്ങളിലും അനേകം സെൽഫി ഗ്രൂപ്പുകളെ നമുക്കിവിടെ കാണാം. ഒന്നോ രണ്ടോ പേർക്കോ അതല്ലെങ്കിൽ ഒരു ഫാമിലിക്കോ ഇതൊന്നുമല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി തന്നെ ഭക്ഷണം കഴിക്കാവുന്നതും വിശ്രമിക്കാവുന്നതുമായ രീതിയിലാണ് ഇവിടുത്തെ ക്യാബിനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമൊക്കെയാണ് ഇവിടെ സന്ദർശകർ ഏറി വരുന്നത്. ഇവിടെ നോക്കിയാലും എന്തെങ്കിലും ഒരു കാഴ്ചകൾ കൊണ്ട് ഇവിടെയാകെ സമൃദ്ധം തന്നെ. എവിടെ നിന്ന് നോക്കിയാൽ തന്നെയും മനോഹരമായ പ്രകൃതി ഭംഗിയാണ്. വിശാലമായ കായൽപ്പരപ്പിൻ്റെ ഒരു ഭാഗം ബോട്ടിങ്ങിനായി തയ്യാറാക്കിയിട്ടുണ്ട്. ജലാശയത്തിലെ അനേകം മത്സ്യങ്ങളും നേരിയ കുളിർകാറ്റും അതിനപ്പുറത്തുള്ള നിറഞ്ഞ ശാന്തതയുമെല്ലാം ആരെയും ഇങ്ങോട്ട് ആകർഷിക്കുക തന്നെ ചെയ്യും. നടപ്പാതയ്ക്കൊരു കോണിൽ കയറ്റി വച്ചിരിക്കുന്ന ഒരു ചെറു തോണി. എന്നാൽ അത് അടുത്ത് ചെല്ലുമ്പോഴാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നത്. ചെറിയ ക്യാബിനുകളുടെ മറുവശത്ത് പുറം കാഴ്ചകൾ കണ്ടിരിക്കുവാൻ പാകത്തിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് അസ്തമയം കാണുക എന്നത് വല്ലാത്തൊരനുഭവമാണ്. വളരെ ലളിതമായി ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും മരവും മുളകളും പൂക്കളുമാണ് കൂടുതലായി നമുക്കിവിടെ കാണാനാവുക. ചിലപ്പോഴൊക്കെ ഒരു ഒഴുകുന്ന ബോട്ടിനകത്തിരിക്കുന്ന പ്രതീതി. തൊട്ടപ്പുറത്തുള്ള ജലാശയത്തിൽ നിരവധി മത്സ്യങ്ങൾ വെട്ടിത്തിളങ്ങുന്നു. പല വർണ്ണങ്ങൾ പൂശി പുഴയ്ക്കഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്ന ചാരുബെഞ്ചും നടപ്പാതകളും. ഇവിടെ കയറി വരുമ്പോഴുള്ള ആദ്യത്തെ കൗതുക കാഴ്ച തന്നെ ബോച്ചെ കള്ളിയെത്താൻ തെങ്ങിൽ കയറുന്ന ഈ പ്രതിമയാണ്. ഇതിനു ചുറ്റും തട്ടുകടകൾ പോലെ അവിടെവിടെയായി ചെറിയ ചെറിയ ഭക്ഷണശാലകൾ. തൊട്ടപ്പുറത്താണ് വിശാലമായ മറ്റൊരു റെസ്റ്റോറൻറ്റ്. അതും കായൽ കാഴ്ചകൾ കണ്ടും അവിടെ നിന്നുള്ള കാറ്റും വെളിച്ചവുമെല്ലാം കയറിയിറങ്ങി പോകാവുന്ന വിധത്തിൽ വളരെ രസകരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. പല നിറങ്ങളിലുള്ള LED ബൾബുകളും ആ പരിസരമാകെ വല്ലാത്തൊരു ഉത്സവാന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നു. ഭക്ഷണം എന്ന് തുറന്നാൽ വെജും നോൺ വെജും ജ്യൂസും സൂപ്പും സലാഡും കപ്പയും മീനും ഇറച്ചിയും ഉൾപ്പെടെ നൂറുകണക്കിന് ഭക്ഷണ വിഭവങ്ങൾ കാണാം. എല്ലാത്തിൻ്റെയും വിലവിവരം പരിശോധിച്ചാലും ഏത് സാധാരണക്കാരനും രുചി വിഭവങ്ങൾ ആസ്വദിക്കാൻ പാകത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യക്കാർക്ക് ചെറിയ മൺകുടത്തിലാണ് ബോച്ചയുടെ മധുരപാനീയം വിളമ്പുന്നത്. സന്ധ്യയാകുന്നതോടെ എല്ലാ വർണ്ണവിളക്കുകളും പ്രകാശിക്കുവാൻ തുടങ്ങും. അപ്പോൾ ജലാശയങ്ങൾ പല നിറങ്ങളിൽ വെട്ടിത്തിളങ്ങും.
ആ സമയങ്ങളിൽ ഇതിനിടയിലൂടെയുള്ള നടത്തം വലിയ മനോഹരമായൊരു അനുഭവം തന്നെയാണ്. ചിലയിടങ്ങളിൽ ജലാശയങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു മരപ്പാലവും അതിനു ചുറ്റും പൂക്കളുമെല്ലാം വെച്ചുപിടിപ്പിച്ചിരിക്കുന്നതുമെല്ലാം സെൽഫി ഭ്രമക്കാർക്ക് വല്ലാത്ത ഉത്സാഹം തന്നെ പകരുന്നുണ്ട്. എന്തായാലും വളരെ അവിചാരിതമായി വീണുകിട്ടിയ ഒരു അസുലഭ മുഹൂർത്തം നന്നായി ആസ്വദിച്ച് തന്നെയാകണം പലരും ഇരുൾ പിറക്കാൻ തുടങ്ങിയ ആ സന്ധ്യയിൽ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങിയത്.